Hi friends, welcome back to my today's class ICD-10 coding guidelines chapter 1ലെ കൊറോണ വൈറസ് ഡിസീസിന്റെ ഗൈഡ്ലൈൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് സ്ക്രീനിങ് ഓഫ് കൊറോണ വൈറസ് ഗൈഡ്ലൈൻസ് വരെയാണ് കണ്ടത്. അതിന്റെ ബാലൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിലെ ഫസ്റ്റ് വൺ, സൈൻ ആൻഡ് സിംറ്റംസ് വിത്തൗട്ട് ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് ഓഫ് COVID-19. ഒരു പേഷ്യന്റിന് സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ട്, COVID-19 അസോസിയേറ്റഡ് ആയിട്ടുള്ള സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ട്, പക്ഷേ ഒരു COVID-19 ഉണ്ടെന്നുള്ളൊരു കൺഫർമേഷനിൽ എത്താൻ സാധിച്ചിട്ടില്ല. ആ ടൈമിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? ഫോർ ദ പേഷ്യന്റ് പ്രസന്റിംഗ് വിത്ത് എനി സൈൻ ഓർ സിംറ്റംസ് അസോസിയേറ്റഡ് വിത്ത് COVID-19 ബട്ട് ദർ ഈസ് നോ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ്, അസൈൻ ദ കോഡ് ഫോർ പ്രസന്റിംഗ് സൈൻ ആൻഡ് സിംറ്റംസ്. ആ ടൈമിൽ പേഷ്യന്റിനുള്ള സൈൻ ആൻഡ് സിംറ്റംസ് എല്ലാം കോഡ് ചെയ്യാം. ഇപ്പൊ COVID-19 ബന്ധപ്പെട്ട എന്തൊക്കെ സൈൻ ആൻഡ് സിംറ്റംസ് വരാം? അക്യൂട്ട് കോഫ് വരാം, അൺസ്പെസിഫൈഡ് കോഫ് വരാം, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഫീവർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കോഡ്സ് ഒക്കെ കൊടുക്കാം. നെക്സ്റ്റ്, പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് COVID-19. ഒരു പേഷ്യന്റിന് COVID-19 ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ഇല്ല, ഫുൾ കംപ്ലീറ്റ് ക്യൂർ ആയി. അങ്ങനെയുള്ള പേഷ്യന്റിന് എന്താണ് കോഡ് ചെയ്യേണ്ടത്? ഫോർ ദി പേഷ്യന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് COVID-19 അസൈൻ ദ കോഡ് Z86.16 പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് COVID-19. അതായത് ഒരു പേഷ്യന്റിന് COVID-19 ക്യൂർ ആയി, ഫുൾ ക്യൂർ ആയി, ഇപ്പോൾ COVID-19 ഒന്നുമില്ല, ആ ടൈമിൽ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആകുകയാണെങ്കിൽ കോഡ് ചെയ്യേണ്ടത് Z86.16. നെക്സ്റ്റ് വൺ, ഫോളോ അപ്പ് വിസിറ്റ് ആഫ്റ്റർ COVID-19 ഇൻഫെക്ഷൻ ഹാസ് റിസോൾവ്ഡ്. ഒരു പേഷ്യന്റ് ഫോളോ അപ്പിന് വേണ്ടി വരികയാണ്. എപ്പോഴാണ് COVID-19 വന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി, അതിനുശേഷം ഫോളോ അപ്പിന് വരുമ്പോൾ എന്താണ് കോഡ് ചെയ്യേണ്ടത്? For individual who previously had COVID-19 without residual symptoms or condition and are being seen for follow-up evaluation and COVID-19 test result are negative. ഒരു പേഷ്യന്റിന് COVID-19 ഉണ്ടായിരുന്നു, അത് ഫുൾ കംപ്ലീറ്റ് ക്യൂർ ചെയ്തു, ഇപ്പോൾ ഒരു സൈനോ സിംറ്റംസോ ഒന്നുമില്ല, ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടും നെഗറ്റീവ് ആണ്. ആ ടൈമിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? Z09 Z86.16 കോഡ് ചെയ്യണം. Z09 എന്ന് വെച്ചാൽ എൻകൗണ്ടർ ഫോർ ഫോളോ അപ്പ് എക്സാമിനേഷൻ ആഫ്റ്റർ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഫോർ കണ്ടീഷൻ അതർ ദാൻ മാലിഗ്നന്റ് നിയോപ്ലാസം. ആൻഡ് Z86.16 എന്ന് വെച്ചാൽ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് COVID-19. ഈ രണ്ട് കോഡും കോഡ് ചെയ്യണം. നെക്സ്റ്റ്, എൻകൗണ്ടർ ഫോർ ആന്റിബോഡി ടെസ്റ്റിംഗ്. ആന്റിബോഡി ടെസ്റ്റിംഗിന് വേണ്ടി ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ Z01.84 എൻകൗണ്ടർ ഫോർ ആന്റിബോഡി റെസ്പോൺസ് എക്സാമിനേഷൻ, ആ കോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ്, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. ഒരു പേഷ്യന്റിന് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഉണ്ട്, അത് COVID-19 ബന്ധിപ്പിച്ച് എന്താണ് ഗൈഡ് ലൈൻസ് ഉള്ളത് നോക്കാം. ഫോർ ഇൻഡിവിജ്വൽ വിത്ത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ആൻഡ് COVID-19. ഒരു പേഷ്യന്റ് വന്നേക്കുന്നത് COVID-19 ഉണ്ട്, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോമും ഉണ്ടെങ്കിൽ ആദ്യം കോഡ് ചെയ്യേണ്ടത് COVID-19 കോഡ് ചെയ്യുക. അതിനുശേഷം മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം M35.81 കോഡ് ചെയ്യണം. ആദ്യമേ കോഡ് ചെയ്യേണ്ടത് COVID-19 U07.1. മറ്റൊരു കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, if an individual with a history of COVID-19 develops MIS. ഒരു പേഷ്യന്റിന് ഹിസ്റ്ററി ഉണ്ട്, COVID-19 പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോമിന് വേണ്ടിയാണ്, അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആദ്യമേ കോഡ് ചെയ്യേണ്ടത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കോഡ് ചെയ്തിട്ട് U09.9 പോസ്റ്റ് COVID-19 കണ്ടീഷൻ. ഈ COVID-19 ആദ്യമേ ഉണ്ടായിട്ടുണ്ട്, അതാണ് പോസ്റ്റ് COVID-19 കണ്ടീഷൻ അൺസ്പെസിഫൈഡ്. മറ്റൊരു കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, if an individual with a known or suspected exposure to COVID-19 and no current COVID-19 infection or history of COVID-19 develops MAS. ഒരു പേഷ്യന്റിന്
കോവിഡ്-19 എക്സ്പോഷർ ആയിട്ടുണ്ട്. ആ പേഷ്യന്റ് ഒരു സസ്പെക്റ്റഡ് പേഷ്യന്റ് ആണ്. പക്ഷെ കോവിഡ്-19 ഒരു ഇൻഫെക്ഷൻ വന്നിട്ടില്ല. ഹിസ്റ്ററി ഓഫ് കോവിഡ്-19 ഇല്ല. സസ്പെക്റ്റഡ് പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന് മൾട്ടിസിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം വന്നാൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? അസൈൻ ദ കോഡ് M35.81 Z20.822. മൾട്ടിസിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോമും Z20.82 എന്താണ്? കോണ്ടാക്ട് വിത്ത് ആൻഡ് സസ്പെക്റ്റഡ് എക്സ്പോഷർ ടു കോവിഡ്-19. ഈ രണ്ട് കോഡും കോഡ് ചെയ്യണം. ആദ്യം കോഡ് ചെയ്യേണ്ടത് MAS. നെക്സ്റ്റ് കണ്ടീഷൻ പോസ്റ്റ് കോവിഡ്-19 കണ്ടീഷൻ. പോസ്റ്റ് കോവിഡ്-19 കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു കോവിഡ്-19 വന്നതിന് ശേഷം ഉള്ള guidelines. For sequel of COVID-19 or associated symptoms or condition that develops following a previous COVID-19 infection. ഒരു പേഷ്യന്റിന് കോവിഡ്-19 വന്നു, അതിനുശേഷം അത് കുറെ നാൾ കഴിഞ്ഞ് അയാൾക്ക് എന്തെങ്കിലും സിംറ്റംസോ സൈൻ ആൻഡ് സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വന്നാൽ നമ്മൾ എന്താണ് കോഡ് ചെയ്യേണ്ടത്? അസൈൻ എ കോഡ് ഫോർ സ്പെസിഫിക് സിംറ്റംസ് ഓർ കണ്ടീഷൻ ആൻഡ് U09.9. ആദ്യം കോഡ് ചെയ്യേണ്ടത് സൈൻ ആൻഡ് സിംറ്റംസ് കോഡ് ചെയ്തിട്ട് U09.9 പോസ്റ്റ് കോവിഡ്-19 കണ്ടീഷൻ അൺസ്പെസിഫൈഡ് കോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് കണ്ടീഷൻ അണ്ടർ ഇമ്മ്യൂണൈസേഷൻ ഫോർ കോവിഡ്-19 സ്റ്റേറ്റസ്. ഇമ്മ്യൂണൈസേഷനുമായിട്ടുള്ള ഗൈഡ് ലൈൻ കോവിഡ്-19 when the patient has not received a COVID-19 vaccine for any type. ഒരു പേഷ്യന്റ് കോവിഡ്-19 ഉണ്ട്, പക്ഷെ അയാൾ ഒരു കോവിഡ്-19 വാക്സിന് ഒന്നും റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ കോഡ് ചെയ്യേണ്ടത് Z28.310 unvaccinated for COVID-19. അതാണ് കോഡ് ചെയ്യേണ്ടത്. സോറി, പേഷ്യന്റിന് കോവിഡ്-19 ഉണ്ടെന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമില്ല. ഒരു ജസ്റ്റ് ഒരു കണ്ടീഷനാണ്. ഒരു കോവിഡ്-19 വാക്സിൻ എടുത്തിട്ടില്ല എങ്കിൽ Z28.310. when the patient has been partially vaccinated for COVID-19. ഇപ്പൊ നമ്മളൊക്കെ ആദ്യം ഒരു വാക്സിൻ എടുത്തു, പിന്നെ ഒരു വാക്സിൻ എടുത്തു, അങ്ങനെ കുറച്ച് പാർഷ്യലി അല്ലേ എടുക്കുന്നത്. അപ്പൊ കോവിഡ് വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ Z28.310. ആദ്യത്തെ വാക്സിന് അല്ലെങ്കിൽ പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ Z28.311 പാർഷ്യലി വാക്സിനേറ്റഡ് ഫോർ കോവിഡ്-19. അപ്പൊ നമ്മൾ കോവിഡ്-19 എല്ലാം കഴിഞ്ഞു, ഗൈഡ് ലൈൻസ് എല്ലാം കഴിഞ്ഞു, ചാപ്റ്റർ 1 എല്ലാം കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ 1. അപ്പൊ എല്ലാ ഫ്രണ്ട്സും അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.